എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഇഞ്ചി പച്ചടി തയ്യാറാക്കാം. അതിനായിട്ട് ഇഞ്ചി നന്നായിട്ട് തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ ഒരു കപ്പ് തൈര് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ 2 പച്ചമുളക്. നിങ്ങൾക്ക് എത്രത്തോളം എരി ആവശ്യമാണോ അത്രത്തോളം മുളകും എടുക്കാം കേട്ടോ. പിന്നെ 3 വറ്റൽമുളക്, പിന്നെ 2-3 ഉള്ളി, ചെറിയ ഉള്ളി തൊലി കളഞ്ഞത്, കറിവേപ്പില. ഇത്രയാണ് ഇഞ്ചി പച്ചടി തയ്യാറാക്കാൻ വേണ്ട സാധനം. അപ്പോൾ ഇനി നമുക്ക് ഇഞ്ചിയെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ പേസ്റ്റാക്കി എടുക്കാം. ഞാനിത് പേസ്റ്റാക്കി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇഞ്ചി പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇഞ്ചി പച്ചടി തയ്യാറാക്കാം. പാത്രം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കും. ചുവന്ന് വരട്ടെ കേട്ടോ. ചുവന്ന് വന്ന ശേഷം ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പച്ചമുളകും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി പേസ്റ്റ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റാം. ഇഞ്ചി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി. ഇനി നമുക്ക് ഈ സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തൈര് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പാത്രത്തിൻ്റെ ചൂടിലിരുന്നാണ് നന്നായിട്ട് ചൂടായിക്കൊള്ളും കേട്ടോ. അല്ലാതെ നമ്മൾ തീയിടേണ്ട ആവശ്യമില്ല. പാത്രത്തിൽ നല്ല ചൂട് കാണുമല്ലോ. അപ്പോൾ അതിൻ്റെ ചൂടിലിരുന്നത് നല്ല പച്ചടി ആയിപ്പോകും. അങ്ങനെ നമ്മുടെ ഇഞ്ചി പച്ചടി തയ്യാറായിട്ടുണ്ട്. ഇനി ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് കുറവുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും. ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് എത്ര നാൾ വേണോ ഇരിക്കും കേട്ടോ. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ ഇഞ്ചി പച്ചടി തയ്യാറായിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം.
അങ്ങനെ സ്വാദിഷ്ടമായ ഇഞ്ചി പച്ചടി തയ്യാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.